Good morning. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ലീഡറായ സജ്ജൻ കുമാർ എന്ന് പറയുന്ന ലീഡറുണ്ട്. സജ്ജൻ കുമാർ ആന്റി സിഖ് റൈറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആന്റി സിഖ് റൈറ്റ്സ്, അതായത് ഇന്ദിരാഗാന്ധിയെ 1984 അവരുടെ സെക്യൂരിറ്റി സ്റ്റാഫിലുള്ള സിഖുകാരാണ് മർഡർ ചെയ്തത്. അപ്പൊ അതിന്റെ റിവഞ്ചായിട്ട് ഡൽഹിയിലെ സ്ട്രീറ്റിൽ കണ്ട കംപ്ലീറ്റ് സിഖുകാരെ കൊന്നൊടുക്കി. ഏകദേശം 3500ഓളം സിഖുകാരെ കൊലപ്പെടുത്തിയത്. അതിനെയാണ് ആന്റി സിഖ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. അതിനുള്ള ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കഷ്ടം. പക്ഷേ ഇപ്പോ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുകയും തെളിവുകളെല്ലാം ചേർത്ത് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തപ്പോ അതിലൊരു മെയിൻ കൾപ്രിറ്റായ സജ്ജൻ കുമാറിന് ഇപ്പോ ലൈഫ് ടൈം കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ കോൺഗ്രസിന്റെ മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേറ്റ കമൽനാഥിന് അഗേൻസ്റ്റ് ആയിട്ടും ഇതേ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ ആന്റി സിഖ് റൈറ്റിൽ കമൽനാഥിന്റെ ഹാൻഡ്സ് ഉണ്ടെന്ന്. അപ്പൊ അതൊക്കെ ഇനി ഭാവിയിൽ കാലം തെളിയിക്കും. പക്ഷെ സ്റ്റിൽ 34 years ആയി. അറിയേണ്ട മറ്റൊരു കാര്യം, 1984 സംഭവം നടക്കുന്നത്. ഇപ്പൊ ഈ 34 വർഷത്തിന് ശേഷമാണ് ഇതിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയലൊക്കെ അതിനെ കുറിച്ചാണ്. കാരണം പതുക്കെയാണെങ്കിൽ പോലും ജസ്റ്റിസ് അതില് സഫർ ചെയ്ത ആൾക്കാർക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ളൊരു ആശ്വാസം. പിന്നെ കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓരോരുത്തരും അധികാരം ഏറ്റു. അതിനെക്കുറിച്ചുള്ള ന്യൂസാണ്. ഞാൻ പറഞ്ഞു, രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ടാണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ട്. മധ്യപ്രദേശിലെ കമൽനാഥ്, അതുപോലെ ഭൂപേഷ് ബാഗൽ, BHUPESH, ഭൂപേഷ് ബാഗൽ, BAGHEL, ഛത്തീസ്ഗഡ്. അവർ 3 പേരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതൊക്കെയാണ് ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. അത് കഴിഞ്ഞ് നമ്മള് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയുള്ള ഒറ്റ കാര്യമില്ല. ഓസ്ട്രേലിയ ഇന്ത്യയിൽ തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് സീരീസിനെ കുറിച്ചൊക്കെയാണ്. അതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഫൈനലി ബോർഡർ ഗാവസ്കർ ട്രോഫി ആര് വിൻ ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. ബോർഡർ ഗാവസ്കർ ട്രോഫിയാണ്, അതറിയാം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് സീരീസിന് എപ്പോഴും കൊടുക്കുന്ന ട്രോഫിയുടെ പേര് ബോർഡർ ഗാവസ്കർ ട്രോഫി എന്നാണ്. പിന്നെ അയർലാൻഡ് FS, പലതവണ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. IL and FS ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFCs ഒരെണ്ണം. NBFCs എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് എന്ന് പദവി കൊടുക്കുന്ന ബാങ്കുകളും NBFCs ഉണ്ട്. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 3 എണ്ണമാണ്. ഇന്ത്യയിലെ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് ഏതെങ്കിലും എക്സാമിന് ചോദിച്ചാൽ അത് HDFC, ICICI ബാങ്ക് ആൻഡ് SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക് ആൻഡ് HDFC ബാങ്ക്. ഇത് 3ഉം ചേർന്നതാണ് ഇന്ത്യയിലെ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ടൈറ്റിൽ, സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടറിൽ വരുന്ന വേറൊരു കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തില് ഒരു സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NBFC ആണ് അയർലാൻഡ് FS. പക്ഷെ അവിടെ ഇപ്പൊ കുറെ പ്രോബ്ലംസ് ആണ്. അതാണ് അതിന്റെ മെയിൻ ന്യൂസ്. അതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അയർലാൻഡ് FS ന്യൂസിൽ വരാൻ കാരണം. അയർലാൻഡ് FSന്റെ പുതിയ ബോർഡിന്റെ ചെയർമാനാണ് ഉദയ് കോട്ടക്. അയർലാൻഡ് FSന്റെ പുതിയ ബോർഡ് ചെയർമാനാണ് ഉദയ് കോട്ടക്. ഉദയ് കോട്ടക് എന്നുള്ള പേര് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലൊന്നായ കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അതുപോലെ ടാറ്റ സ്റ്റീൽ ഇന്ത്യയിലുമുണ്ട്, യൂറോപ്പിലുമുണ്ട്. ടാറ്റ സ്റ്റീലിന്റെ യൂറോപ്യൻ ആം, ടാറ്റ സ്റ്റീൽ യൂറോപ്പ്, ഒരു ജോയിന്റ് വെഞ്ചറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനികളിൽ ഒരെണ്ണമായ ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള തൈസൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്റ്റീൽ കമ്പനിയായിട്ടാണ്. THYSSENKRUPP തൈസൺ ഗ്രൂപ്പ്. ആ ഒരു ജോയിന്റ് വെഞ്ചർ ടാറ്റ സ്റ്റീൽ യൂറോപ്പ് ആൻഡ് തൈസൺ ഗ്രൂപ്പ് ഇവർ രണ്ടുകൂടെ ചേർന്ന് പുതിയ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ.
പിന്നീട് ജെറ്റ് എയർവേസിലെ പ്രോബ്ലംസിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ജെറ്റ് എയർവേസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് എയർലൈനുകളിൽ ഒരെണ്ണമാണ്. ജെറ്റ് എയർവേസിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ജെറ്റ് എയർവേസിന്റെ ചെയർമാൻ നരേഷ് ഗോയലാണ്. നരേഷ് ഗോയൽ GOYAL. യുണൈറ്റഡ് നേഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആമാണ് UN ജനറൽ അസംബ്ലി. യുണൈറ്റഡ് നേഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് UN ജനറൽ അസംബ്ലിയും ഒന്ന് UN സെക്യൂരിറ്റി കൗൺസിലുമാണ്. ഒന്ന് UN ജനറൽ അസംബ്ലി, അടുത്തത് UN സെക്യൂരിറ്റി കൗൺസിൽ. ഈ UN ജനറൽ അസംബ്ലിയുടെ പുതിയ ചീഫായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്, UN ജനറൽ അസംബ്ലിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ഒരു വുമനാണ്. 1945 ഒക്ടോബർ 24 UN സ്ഥാപിതമാകുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. അതുകൊണ്ടാണ് UN ഡേ ആയിട്ട് ഒക്ടോബർ 24 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ UN നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 24 അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 73 വർഷമായി UN സ്ഥാപിക്കപ്പെട്ടിട്ട്. യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിക്കപ്പെട്ടിട്ട് 73 ഇയേഴ്സ് ആയി. ഈ 73 ഇയേഴ്സിൽ UN ജനറൽ അസംബ്ലിക്ക് ആകെപ്പാട് 4 വുമൻ പ്രസിഡന്റുമാരെ കിട്ടിയിട്ടുള്ളത്. 4 വുമൻ പ്രസിഡന്റുമാരാണ് UN ജനറൽ അസംബ്ലിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ 4ാമത്തെ ആളാണ് ഇപ്പോഴത്തെ പുതിയ വുമൻ പ്രസിഡന്റ്. ഇപ്പോഴത്തെ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ഇക്വഡോർകാരിയായ ഒരു കൺട്രിയാണ് ഇക്വഡോർ. ECUADOR ഇക്വഡോർ എന്ന കൺട്രിയുടെ മരിയ ഫെർണാണ്ട എസ്പിനോസ. മരിയ MARIA മരിയ ഫെർണാണ്ട FERNANDA ഫെർണാണ്ട എസ്പിനോസ ESPINOSA എസ്പിനോസ. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്നലെ ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സായി. ഇനിയിപ്പോ അത് രാജ്യസഭയിലൂടെ പാസ്സാവണം. ട്രാൻസ്ജെൻഡർ ഇന്ത്യയിലല്ല ലോകം മുഴുവനുള്ള 3rd sex ആൾക്കാരെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബില്ലിന്റെ പേരാണ് ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ബ്രാക്കറ്റിൽ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ബിൽ 2016. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ബിൽ 2016. അതുപോലെ പാർലമെന്റിൽ ഇന്നലെ ഒരു ട്രിപ്പിൾ തലാഖ് ബില്ല്, പുതിയൊരു ട്രിപ്പിൾ തലാഖ് ബില്ല് അവതരിപ്പിച്ചു. ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിം റിലീജിയനുള്ള ആൾക്കാർ ഡിവോഴ്സിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ്. അതിന് സുപ്രീം കോടതി ഈയിടയ്ക്ക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ട്രിപ്പിൾ തലാഖിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർക്ക് 3 വർഷം ഇംപ്രിസൺമെന്റ്, 3 വർഷം തടവ് ശിക്ഷ, ഇംപ്രിസൺമെന്റ്, ജയിൽ ടേം വിധിച്ചുകൊണ്ട് ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ ആ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പറ്റിയില്ല. ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒപ്പോസിഷൻ പാർട്ടീസിന്റെ എതിർപ്പ് മൂലം പാസ്സായില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ 123 പവേഴ്സ് ഉപയോഗിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 123 പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവറാണ് ആർട്ടിക്കിൾ 123 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ആർട്ടിക്കിൾ 123 പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉപയോഗിച്ച് അത് ഒരു ഓർഡിനൻസ് ആക്കി മാറ്റി നിയമമാക്കി. ഓർഡിനൻസ് ആക്കി മാറ്റിയാൽ 6 മാസം ആ നിയമം ഇന്ത്യയിൽ യൂസ് ചെയ്യാം വിത്തൌട്ട് ദ പെർമിഷൻ ഓഫ് പാർലമെന്റ്. ഇനി 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ലാപ്സ് ആയി പോകും. അതിനു മുമ്പായിട്ട് ഇത് പാർലമെന്റിൽ പാസ്സാക്കി നിയമമാക്കണം, പുതിയൊരു നിയമം അവതരിപ്പിക്കണം. അതിനുവേണ്ടി ഇന്നലെ ഗവൺമെന്റ് പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചു. ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ബിൽ 2018 എന്നാണ്. ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട നിയമത്തിന്റെ പേര് ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ബിൽ 2018. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നതാണ്, മാൽദീവ്സിന്റെ പ്രസിഡന്റ് പുള്ളിയുടെ ആദ്യത്തെ ഫോറിൻ വിസിറ്റ് ഇന്ത്യയിലേക്കാണ് നടത്തിയത്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്. അവർക്ക് ഇന്ത്യ അവരോടുള്ള സ്നേഹസൂചകമായി $1.4 ബില്യൺ ലോൺ ഓഫർ ചെയ്തു, അല്ലെങ്കിൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഓഫർ ചെയ്തു. ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ $1.4 ബില്യൺ സഹായം 1.4 ബില്യൺ ആണ്, ബില്യൺ ഡോളേഴ്സിന് സഹായം മാൽദീവ്സിന് കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ആർന്നിരിക്കുക ചിലപ്പോൾ ചോദിക്കുക ഏതെങ്കിലും എക്സാമിന് മാൽദീവ്സിന് ഇന്ത്യ ഇടയ്ക്ക് ഓഫർ ചെയ്ത എത്ര മണിയാണെന്നുള്ള കാര്യം. അമരീന്ദർ സിംഗ്
പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ. അമരീന്ദർ സിംഗ് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ. സുനിൽ അറോറയുടെ ഒരു ഫോട്ടോ ഉണ്ട്. സുനിൽ അറോറ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ. ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ, ഒബ്വിയസ്ലി ഫസ്റ്റ് എഡിറ്റോറിയൽ ഷുഡ് ബി ആൻഡ് വിൽ ബി അബൌട്ട് ആന്റി സിഖ് റൈറ്റ് 1984. കാരണം എന്ന് വെച്ചാല് ഇത് ആ എഡിറ്റോറിയൽ തന്നെ ആയിരിക്കണം, ആ എഡിറ്റോറിയൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഷുഡ് ബി വിൽ ബി എന്ന് ഉപയോഗിച്ചത്. കാരണം ഇന്നലെ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണം, അതിനുശേഷം ഉണ്ടായ ഈ ആന്റി സിഖ് റൈറ്റും. അപ്പൊ അതിന് 34 വർഷത്തിന് ശേഷം ആർക്കും ഒരു പണിഷ്മെന്റും കൊടുക്കാതെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഇപ്പൊ ഒരാൾക്ക് 72 വയസ്സായ ആൾക്ക്, അതുകൊണ്ട് ഇനി അയാൾക്ക് ഇനി പണിഷ്മെന്റ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആര് ജയിലിൽ നിന്ന് ഒരുപാട് കിടക്കേണ്ടി വരത്തില്ല, ലൈഫിന്റെ എൻഡിലെത്തി. എന്നാൽ പോലും അതിൽ ഒരു കൾപ്രിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ലൈഫ് ടൈം എന്നല്ല കോടതി വിധിച്ചു. അതിനെ കുറിച്ച് ആണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ, ദ ഷാഡോ ഓഫ് 1984. ദ ഷാഡോ ഓഫ് 1984 അതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഫുള്ളി അബൌട്ട് ദ ആന്റി സിഖ് റൈറ്റ് ആൻഡ് ഇറ്റ്സ് പ്രൊസീഡിങ്സ് ഇൻ ദ കോർട്ട് ആൻഡ് കോംപ്ലക്സിറ്റീസ്. അതിനെന്തുകൊണ്ടാണ് പിന്നീട് ആരും ശിക്ഷിക്കപ്പെടാതെ പോയത്, ഇപ്പൊ എന്താണ് സംഭവിച്ചത്, അതാണ് അതിന്റെ ഒരു ക്ലോസ് അനാലിസിസ് ആണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ എന്നാണ്. RIGHT, റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ. എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഡ്രഗിനെ ബാൻ ചെയ്തിരുന്നു, ഒരു മരുന്നിന്. അതിന്റെ പേര് ഓക്സിറ്റോസിൻ എന്നാണ്. OXYTOCIN, ഓക്സിറ്റോസിൻ. ഡെലിവറി സമയത്ത്, പ്രസവ സമയത്ത് അമ്മമാർക്ക് എന്തോ വേദന കുറയ്ക്കണം, അങ്ങനെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആയിരുന്നു ഓക്സിറ്റോസിൻ. അത് പെട്ടെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തപ്പോൾ അത് വലിയ എതിർപ്പിന് കാരണമായി. അതിന് അഗേൻസ്റ്റ് ആയിട്ട് പല ആൾക്കാരും കോർട്ടിൽ പോവുകയും ഡൽഹി ഹൈക്കോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓക്സിറ്റോസിൻ ബാൻ എടുത്ത് മാറ്റി. അതിനെക്കുറിച്ച് അത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലാണ് ഹിന്ദുവിലെ സെക്കൻഡ്. അതുകൊണ്ടാണ് റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ എന്ന എഡിറ്റോറിയലിൽ പേര് വന്നത്. പിന്നെ കട്ടോവിസിനെ കുറിച്ച് ന്യൂസ്. കട്ടോവിസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, പോളണ്ടിലാണ് കട്ടോവിസ്, KATOWCI. കട്ടോവിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. UN-ന്റെ ക്ലൈമറ്റ് കോൺഫറൻസ് ഇപ്പൊ നടന്ന സ്ഥലമാണ്. UN-ന്റെ ക്ലൈമറ്റ് കോൺഫറൻസ് നടന്ന സ്ഥലമാണ് കട്ടോവിസ്. അതുപോലെ പോറായിട്ടുള്ള ആൾക്കാർക്ക് LPG ഫ്രീ ഓഫ് കണക്ഷൻ കൊടുക്കുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, LPG കണക്ഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പിന്നെ ഇന്ത്യയിൽ ഇന്നലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-32 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ബയോ ജെറ്റ് ഫ്യൂവലില് പറന്നു, സക്സസ്ഫുള്ളി പറന്നു. അതായത് ബയോഫ്യൂവൽ, ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ബയോഫ്യൂവൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് സക്സസ്ഫുള്ളി അത് പരീക്ഷിച്ച ലോകത്തിലെ സെലക്ട് കൺട്രീസിന്റെ കൂട്ടത്തിലേക്ക് ഇന്ത്യ മാറുകയാണ്. അപ്പൊ എയർഫോഴ്സിന് ഇത് സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയപ്പോൾ ഇതിന് കൊമേഴ്ഷ്യൽ ബേസിസിൽ ഭാവിയിൽ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാനും അതുവഴി കാർബൺ എമിഷൻ കുറയ്ക്കാനും അതുവഴി യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ബയോ ജെറ്റ് ഫ്യൂൽ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-32 എന്നുള്ള ഫ്ലൈറ്റിലാണ് അത് യൂസ് ചെയ്തത്. സക്സസ് ആയിരുന്നു. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസുകൾ. ഇനി നമുക്കൊരു ഫ്രൈഡേ ന്യൂസ് പേപ്പർ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് നോക്കാം. അതിൽ കമൽനാഥ് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് സെലക്ട് ആയതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ശ്രീലങ്കയില് മൈത്രിപാല സിരിസേന അവിടുത്തെ പ്രസിഡന്റ് വീണ്ടും റാനിൽ വിക്രമസിംഗെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. സമീർ വർമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള പുതിയൊരു ബാഡ്മിന്റൺ പ്ലെയർ ആണ് സമീർ വർമ്മ. ഇപ്പൊ ഇന്നലെ PV സിന്ധു ജയിച്ച വേൾഡ് ടൂർ ഫൈനൽസ് സെമി ഫൈനൽ വരെ വന്നായിരുന്നു സമീർ വർമ്മ. എന്നിട്ടാണ് അദ്ദേഹം തോറ്റുപോയത്. ഇതൊന്ന് എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കണം. SWTI സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ് ഓഫ് ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ് ഓഫ് ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ് ഓഫ് ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, SWTI. TDSAT Telecom Dispute Settlement Appellate Tribunal. TDSAT Telecom Dispute Settlement Appellate Tribunal.
ബ്രസീലിന്റെ പ്രസിഡന്റിന്റെ പേരുണ്ട് ജെയർ ബോൾസനാരോ, JAIR, ജെയർ ബോൾസനാരോ, BOLSONARO, ബോൾസനാരോ, ജെയർ ബോൾസനാരോ, JAIR, ജെയർ ബോൾസനാരോ, BOLSONARO, ബ്രസീലിന്റെ പ്രസിഡന്റ്. മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ഘാനയിലെ യൂണിവേഴ്സിറ്റിയിൽ, ഘാന ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി, ഘാനയുടെ ക്യാപിറ്റലാണ് അക്ര, ACCRA, അക്ര. ഘാന എന്ന് പറയുന്ന കൺട്രിയുടെ ക്യാപിറ്റൽ അക്രയാണ്. അവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു റിമൂവ് ചെയ്തു. അവര് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കക്കാരായ കറുത്തവർക്കാരെ മഹാത്മാഗാന്ധി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു പ്രചരണം അവിടെ ഉണ്ടായി. അതിന്റെ ബേസിലാണ് കറുത്തവർഗക്കാരുടെ രാജ്യമായ ഘാന എന്ന് പറയുന്ന കൺട്രി മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു. പക്ഷെ മഹാത്മാഗാന്ധി എത്രത്തോളം കറുത്തവർഗക്കാരെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുകയാണ്. കൺട്രി ഘാന. മിസോറാമിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ സൊറം തങ്ക, SORAMTHNKA, സൊറം തങ്ക, മിസോറാമിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ. BP സിംഗ്, BP സിംഗ് പുതിയ FTAA ചെയർമാൻ. FTAA എന്ന് പറഞ്ഞാൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. FTAA, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ. നമ്മൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇതിനെയാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രീമിയർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടായ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്, FTAA. അതിന്റെ പുതിയ ചെയർമാൻ BP സിംഗ് ആൻഡ് ഡയറക്ടർ ഭൂപേന്ദ്ര കൈന്തോള. ഭൂപേന്ദ്ര, BHUPENDRA, ഭൂപേന്ദ്ര കൈന്തോള, KAINTHOL. ഭൂപേന്ദ്ര കൈന്തോളയാണ് ഡയറക്ടർ. ചെയർമാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു BP സിംഗ്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. സർഫേസി ആക്ട്, SARFAESI, സർഫേസി ആക്ട്, SARFAESI വളരെ പ്രധാനമാണ്. സർഫേസി ആക്ട് എസ്പെഷ്യലി ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എക്സ്പാൻഷൻ, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട്, സർഫേസി ആക്ട്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ ആണ്. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ ആണ്. ഇതേ അജയ് ഭൂഷൺ പാണ്ഡെ ആണ് UIDAIയുടെ CEOയും. UIDA എന്ന് പറഞ്ഞാൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആധാർ ഇഷ്യൂ എന്ന ഏജൻസിയാണ് UIDAI, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർമാനും അതിന്റെ CEOയും അജയ് ഭൂഷൺ പാണ്ഡെ ആണ്. പിന്നീട് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ETFന്റെ എക്സ്പാൻഷൻ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. പുതിയ മിസ് യൂണിവേഴ്സിൽ സെലക്ട് ചെയ്തു. മിസ് വേൾഡ് ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, മെക്സിക്കോക്കാരി ആണ്, ഞാൻ പറഞ്ഞിരുന്നതാണ്. പുതിയ മിസ് യൂണിവേഴ്സ് കട്രിയോണ ഗ്രേ, CATRIONA, കട്രിയോണ ഗ്രേ, GRAY, കത്രിയോന ഗ്രേ ആണ് പുതിയ മിസ് യൂണിവേഴ്സ്. മിസ് ഫിലിപ്പൈൻസ് ആണ്, ഫിലിപ്പൈൻസുകാരിയാണ്. മിസ് ഫിലിപ്പൈൻസുകാരിയായ കത്രിയോന ഗ്രേ, CATRIONA GRAY, അവരാണ് പുതിയ മിസ് യൂണിവേഴ്സ്. HCL, ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ സോഫ്റ്റ്വെയർ കമ്പനിയാണ് HCL. അതിന്റെ ചെയർമാനാണ് ശിവനാടാർ. HCLന്റെ ചെയർമാൻ, ഫൗണ്ടറും അദ്ദേഹമാണ്, ശിവനാടാറാണ്. സത്യ നാദല്ല, മൈക്രോസോഫ്റ്റിന്റെ CEO. ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ CEO ആണ് സത്യ നാദല്ല. ഇന്ത്യയുടെ പുതിയ ചീഫ് എക്കണോമിക് അഡ്വൈസറാണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ പുതിയ ചീഫ് എക്കണോമിക് അഡ്വൈസറാണ്
കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ, ഇന്ത്യയുടെ പുതിയ ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. പിന്നെ FMCGയുടെ എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാം. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, FMCG, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. പിന്നീട് ജെറോം പവൽ വേൾഡിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് ആയ ഫെഡറൽ റിസർവിന്റെ ചീഫാണ്. ഫെഡറൽ റിസർവ് അമേരിക്കയുടെ ഡോളർ ഇഷ്യൂ ചെയ്യുന്ന സെൻട്രൽ ബാങ്കാണ്. അമേരിക്കയുടെ സെൻട്രൽ ബാങ്കാണ് ഫെഡറൽ റിസർവിന്റെ ചീഫാണ് ജെറോം പവൽ. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ പ്രോജക്റ്റിനാണ് ഭാരത് നെറ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ 2.5 ലക്ഷം ഗ്രാമങ്ങളുണ്ട്, 2.5 lakhs വില്ലേജസ്. ഈ വില്ലേജസിലെല്ലാം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീമാണ് ഭാരത് നെറ്റ്. ഭാരത് നെറ്റിന്റെ പഴയ പേര് NOFN എന്നാണ്, നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്. ഇപ്പൊ ആ പേരില്ല, NOFN, നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്. അതിന്റെ പുതിയ പേരാണ് ഭാരത് നെറ്റ്. അതുപോലെ 2025 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിക് ഹെൽത്തിന് വേണ്ടി 2.5% ഓഫ് GDP സ്പെൻഡ് ചെയ്യുമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. മൊത്തം GDPയുടെ 2.5% പബ്ലിക് ഹെൽത്തിന് വേണ്ടി 2025 2025 ഇപ്പോഴല്ല, 2025 പബ്ലിക് ഹെൽത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2.5% ഓഫ് GDP സ്പെൻഡ് ചെയ്യും തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. പെൻഡിംഗ് ന്യൂസ് പേപ്പർ എന്നുള്ള 1-2 എക്കണോമിക് ടൈംസ് മാത്രമേ ഉള്ളൂ. ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.